ഇത് ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോഴും കഴിഞ്ഞ തവണത്തെ സീറ്റും ഇത്തവണത്തെ സീറ്റും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകളും വെച്ച് നോക്കുമ്പോഴും അങ്ങേയറ്റം യുക്തിസഹമാണ് എന്ന് കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ മുഖ്യമന്ത്രിമാര്, മുൻ മുഖ്യമന്ത്രിമാര്, മുൻ കേന്ദ്രമന്ത്രിമാര്, പിമാര് ഇവരുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസില് അവശേഷിച്ചിരുന്ന ആൾക്കാരിൽ 2/3 നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടുപോയി. 2019 മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, ദക്ഷിണേന്ത്യയിൽ നിന്ന് ജയിച്ച് പ്രധാനമന്ത്രിയാകും എന്നൊക്കെ കരുതി അന്ന് കോൺഗ്രസിന്റെ കൂടെ നിന്ന് സഖ്യകക്ഷികളും കോൺഗ്രസിന്റെ തന്നെ സ്വന്തം നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും അടക്കം കോൺഗ്രസ് വിട്ടുപോയ ഒരു സാഹചര്യത്തിലാണ്, അങ്ങേയറ്റം ദുർബലമായ ഒരവസരത്തിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഖ്യ തന്നെ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാവും. ഇനി മറ്റൊരു രസകരമായ കാര്യം സംഭവിക്കാൻ പോകുന്നത്, ദക്ഷിണേന്ത്യയിൽ BJPയും സഖ്യകക്ഷികളും ചേർന്ന് 52 സീറ്റ് നേടും. കഴിഞ്ഞ തവണ 29 സീറ്റ്. അതായത് കോൺഗ്രസിന് ഇത്തവണ തെക്കേ ഇന്ത്യയിൽ കിട്ടുന്ന 29 സീറ്റാണ് കഴിഞ്ഞ തവണ BJPക്ക് തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ BJP തെക്കേ ഇന്ത്യയിൽ ഇത്തവണ ഒറ്റയ്ക്ക് 35 സീറ്റുകൾ നേടും. അതായത് കർണാടകം 20 സീറ്റ്, ഞാൻ വളരെ കുറച്ച് കൂട്ടുകയാണ്, 22എങ്കിലും വരും, അത് കുറച്ച് കൂട്ടുകയാണ്. കർണാടകം 20 സീറ്റ്, സഖ്യകക്ഷികളുടെ കൂട്ടിയാൽ ഒരു 22 സീറ്റ്, ഒറ്റയ്ക്ക് 20 സീറ്റ്. ആന്ധ്രാപ്രദേശ് 5 സീറ്റ്, തെലങ്കാന കഴിഞ്ഞ തവണയും 4 ഉണ്ട്, ഇത്തവണയും 4 സീറ്റ്. കേരളത്തിൽ നിന്ന് 2 സീറ്റേ ഞാൻ കൂട്ടുന്നുള്ളൂ, തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റേ കൂട്ടുന്നുള്ളൂ, ഗോവയിൽ നിന്ന് 2 സീറ്റേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ തന്നെ തെക്കേ ഇന്ത്യയിൽ BJP ഒറ്റയ്ക്ക് 35 സീറ്റ് നേടിക്കഴിഞ്ഞു. ഇനി കർണാടകത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള ജനതാദള് 2 സീറ്റ്, ആന്ധ്രാപ്രദേശിലെ ഘടകകക്ഷികൾ 2 പേരും കൂടെ കൂടി 12 സീറ്റ്. കാരണം ആന്ധ്രാപ്രദേശ് തൂത്തുവാരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിലെ ഘടകകക്ഷികൾ, അതായത് TDP 10, പിന്നെ മറ്റേ നമ്മുടെ സിനിമാ താരം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി 2 ഇങ്ങനെ വച്ചാൽ തന്നെ 12 സീറ്റ്. അപ്പോൾ 12ഉം ആന്ധ്രയിലെ 12ഉം കർണാടകത്തിലെ 2ഉം കൂടാതെ പുതുച്ചേരിയിലെ 1 സീറ്റ് BJP ജയിക്കും, അവിടെ BJP ഭരിക്കുകയാണ്. ലക്ഷദ്വീപില് 15,000 വോട്ട് കിട്ടുന്നവർ ആരാണെങ്കിലും ജയിക്കും, ഇത്തവണ അവിടെ BJPയുടെ ഘടകകക്ഷി തന്നെ ജയിക്കും. ആൻഡമാനിൽ BJP തന്നെ ജയിക്കും. അപ്പൊ തെക്കേ ഇന്ത്യയിലെ ഈ 14, 3, 17 സീറ്റും കൂടി ചേർക്കുമ്പോൾ 35 + 17 52 സീറ്റ്. യാതൊരു സംശയവുമില്ല, തെക്കേ ഇന്ത്യയിലും BJP മുന്നണി, ദേശീയ ജനാധിപത്യ സഖ്യം തെക്കേ ഇന്ത്യയില് 52 സീറ്റ് ആയിരിക്കും ജയിക്കുക. ഇത് വളരെ കുറച്ചു കൂടാനാണ് സാധ്യത, 55 സീറ്റ് വരെ കൂടാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഒരു മാധ്യമവും എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? ഞാനിവിടെ ശതമാന കണക്കുകളും സംസ്ഥാനങ്ങളുടെ പേരും മുൻപുണ്ടായിരുന്ന സീറ്റും എല്ലാം അടക്കമാണ് ഈ ഒരു വിശകലനം അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദക്ഷിണേന്ത്യയിലെ ഘടകകക്ഷികളുടെ പിൻബലത്തിൽ, അതായത് കേരളത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗിന്റെയും തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ DMKയുടെയും അങ്ങനെ ഉള്ള കർണാടകത്തിലൊക്കെ ചെല്ലുമ്പോൾ CPM CPI പോലെയുള്ള പാർട്ടികളുടെയും പിൻബലത്തിലല്ലാതെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇന്ന് ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് അവശേഷിക്കുന്നില്ല. അതായത് മുൻപ് കോൺഗ്രസ് ലീഡിംഗ് പാർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ഡിപ്പെൻഡിങ് പാർട്ടിയായി മാറിയിരിക്കുന്നു. അതായത് പ്രാദേശിക കക്ഷികളാവുന്ന താങ്ങുകാലിൽ ചുറ്റിക്കയറുന്ന ഒരു വള്ളി പോലെയായി കോൺഗ്രസ് ശുഷ്കിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. ഇനി ഇതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും എന്ന് കോൺഗ്രസിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്ന സ്റ്റേറ്റ് ഏതായിരിക്കും? ഞങ്ങൾ രാജസ്ഥാൻ കീഴടക്കും, ഞങ്ങൾ മധ്യപ്രദേശ് കീഴടക്കും, ഞങ്ങൾ ഉത്തർപ്രദേശ് പിടിക്കും, ഞങ്ങൾ ബീഹാറിൽ അട്ടിമറിക്കും, ഞങ്ങൾ ഗുജറാത്തിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെയല്ലേ കോൺഗ്രസിന് പറയാനുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നല്ലാതെ ഒന്നുമില്ല. നമുക്ക് പശ്ചിമ ബംഗാളിലെ കഥയെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ തവണ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ മമതാ ബാനർജി അടുപ്പിച്ചിട്ടില്ല. അപ്പൊ മമതാ ബാനർജി ഒരു വശത്ത് ശക്തമായി നിൽക്കുന്നു, മറുവശത്ത് BJP ശക്തമായി നിൽക്കുന്നു, കോൺഗ്രസ് അവിടെ നിസ്സഹായമായി നിൽക്കുന്നു.
കോൺഗ്രസിനെ സഹായിക്കാൻ CPM CPI പോലും ഇല്ല. കാരണം സഹായിക്കാൻ പോയാൽ അവരുടെ അവസ്ഥ വെള്ളത്തിലാവും. അപ്പോൾ ബംഗാളിൽ നിന്ന് 42 സീറ്റുള്ള ബംഗാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുപോലെ അസാമിൽ കോൺഗ്രസ് തീർന്നു പോയിരിക്കുന്നു, അവിടെ നിന്നൊന്നുമില്ല. ബിജു ജനതാദൾ NDAയുടെ ഘടകകക്ഷിയാകാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് ഒറീസയിൽ. അപ്പോൾ ഒറീസയിലെ കൊരാപുട്ട് കഴിഞ്ഞ തവണ ജയിച്ചുവെങ്കിൽ ഇത്തവണ ഒറീസയിൽ BJPയും ബിജു ജനതാദളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്നും ലഭിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണയും അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് പരമാവധി പയറ്റിയാലും സാധിക്കില്ല. കാരണം ഛത്തീസ്ഗഡിലെ നേതാക്കന്മാരും അണികളും ഒക്കെ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന് കഴിഞ്ഞു. പിന്നെ എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടായത്? എവിടെയാണ് കോൺഗ്രസിലേക്ക് നേതാക്കന്മാരും അണികളും ഒഴുകിയെത്തിയത്? ഇത് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനമേ ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, കോൺഗ്രസിന് ഇത്തവണ കിട്ടാൻ പോകുന്ന സീറ്റ് 38 മുതൽ 41 വരെ സീറ്റായിരിക്കും. അതിൽ 40 തികയ്ക്കാൻ കോൺഗ്രസ് ഇന്ന് പാടുപെടുകയാണ്. 38 ആയിരിക്കും മാക്സിമം കിട്ടുക. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു കാരണവശാൽ 2 or 3 സീറ്റും കൂടി വർദ്ധിച്ചാൽ പോലും 41 കടക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ശതമാന കണക്കുകളിലും അതുപോലെ സീറ്റുകളുടെ എണ്ണത്തിലും സംസ്ഥാനങ്ങളുടെ മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക വെച്ച് നോക്കിയാലും ഒക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ അനിഷേധ്യമായ സത്യമാണ് എന്ന് മനസ്സിലാവും. 4-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ഇതല്ല രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ ആശ്വസിക്കാം. ഏതായാലും 4-ാം തീയതി 2 മണിയാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ ഇന്ത്യ അംഗീകരിക്കേണ്ടി വരും. ജനങ്ങൾ ഇത് നേരിട്ട് കാണാൻ പോകുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് എന്റെ ഉത്തമമായ വിശ്വാസം. സാർ, ഇപ്പോ ഈ ജൂൺ 4-ാം തീയതിക്ക് ശേഷം രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആള് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ, അല്ലെങ്കിൽ തലസ്ഥിതി തുടരുമോ, വിദേശ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുമോ? എന്തായിരിക്കും താങ്കളുടെ ഒരു അഭിപ്രായം? ഞാൻ ഈ വിഷയം വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നു, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും ഇന്ത്യ വിട്ട് പോകും. അവര് ഇറ്റലിയിലെ പൗരത്വം ഉള്ളവരായതുകൊണ്ട് ഇറ്റലിയിൽ അഭയം തേടും എന്നാണ്. റോബർട്ട് വധേരയ്ക്ക് ഇപ്പോഴും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ ഉപപ്രധാനമന്ത്രിയാകാമെന്നുള്ള എന്തൊക്കെയോ ഒരു മോഹമുണ്ട്. ഇത്തവണ റായ്ബറേലി കിട്ടാൻ വേണ്ടി ശ്രമിച്ചതാണ്, കിട്ടിയില്ല. അതുകൊണ്ട് റോബർട്ട് വധേര ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെയും കൂട്ടി ഇവിടെ അവശേഷിക്കാൻ സാധ്യതയുണ്ട്. തീരുമാനം എടുക്കേണ്ടത് പ്രിയങ്കയാണ്. ഏതായാലും ഇത്തവണത്തെ വൻപിച്ച പരാജയത്തോടു കൂടി ഈ സോണിയ കുടുംബം ഇന്ത്യ വിടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പറയാനൊരു കാരണം വെറുതെ രാഷ്ട്രീയത്തിന്റെ ഏറെ പറയാനല്ല. അതായത് രാജീവ് ഗാന്ധി അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ, അതായത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമ്പോൾ, അന്ന് പെട്ടെന്ന് സോണിയാഗാന്ധി എടുത്ത തീരുമാനം മക്കളെയും കൂട്ടി ഇറ്റലിയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അതായത് ഈ രാജ്യത്ത് ഇനി നിന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ സംവിധാനങ്ങളില്ല, രാജീവ് ഗാന്ധി മരിച്ചു, അതുകൊണ്ട് ഇന്ത്യ വിടുക എന്നൊരു തീരുമാനമാണ് അന്ന് പേഴ്സണലായിട്ട് സോണിയാഗാന്ധി കൈക്കൊണ്ടത് എന്ന് വാർത്തകളിലൊക്കെ കണ്ടു. അതോടുകൂടി അനാഥമായി പോകുന്ന കോൺഗ്രസ്, അതിന്റെ നേതാക്കന്മാർ സോണിയാഗാന്ധിയെ പോയി കാണുകയും നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകരുത്, കോൺഗ്രസിനെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ് താണു വീണ് കേണപേക്ഷിച്ച് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് സോണിയാഗാന്ധി ഇന്ത്യയിൽ തുടരാൻ തയ്യാറായത്. അപ്പോൾ ആ ഒരു തുടർച്ചയിൽ അധികാരം അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ പോലെയുള്ള പാവകളെ വെച്ച് 10 കൊല്ലം പിൻസീറ്റിൽ ഇരുന്നു കൊണ്ട് അവര് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം കൈയാളിയത്. അപ്പോൾ ഇത്തവണ 10 വർഷം കാലം കാത്തിരുന്നു. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ആരൊക്കെയോ അവരെ മോഹിപ്പിച്ചു. ഇത്തവണയും വരുന്നില്ല എന്ന് ബോധ്യമാകുമ്പോൾ, ഒന്നാമത് രോഗിയാണ്, പ്രായമേറെയായി, ദുർബലമാണ്, പാർട്ടി ഇല്ല, അധികാരമില്ലാത്തൊരവസ്ഥയിൽ ഭാരതത്തിൽ തുടരാനുള്ള ഒരു ആത്മവിശ്വാസം, പാർട്ടിയെ നയിക്കാനുള്ള കരുത്ത്, ഇതൊന്നുമില്ലാത്തത് കൊണ്ട് അവര് ഇന്ത്യ വിട്ടു പോകും. രാഹുല് ഒന്നുകിൽ ഇന്ത്യ വിട്ടു പോകും, ഇല്ലെങ്കിൽ അതിലും വലിയ ദുരന്തം ഉണ്ടാകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്.
രാഹുൽ ഗാന്ധി ബി ജെ പിയിൽ ചേരാൻ വന്ന് മെമ്പർഷിപ്പ് ചോദിക്കുമോ എന്നുള്ളതാണ് എന്റെ പേടി.